നിയമസഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിച്ചിരിക്കുന്നു. അന്തരിച്ച പ്രമുഖ വ്യക്തികൾക്ക് അനുശോചനം അറിയിക്കുകയാണ് സഭ. ആ സമ്മേളനത്തിലേക്ക് ഏറെ ലൈംഗിക ആരോപണ വിധേയനായ പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ 20 മിനിറ്റ് വൈകി എത്തിയിരിക്കുന്നു. അദ്ദേഹം സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുകയാണ്. അദ്ദേഹം പ്രത്യേക ബ്ലോക്കായി അദ്ദേഹത്തിന് ഇരിപ്പിടം അനുവദിക്കും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ശാലിനി കൂടി ചേരുന്നു. ശാലിനി, രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തിയാൽ വലിയ പ്രതിഷേധമുണ്ടാകുമെന്ന ഭരണപക്ഷത്തു നിന്ന് തന്നെ ആത്മവിശ്വാസം തന്ന് ഞങ്ങൾക്ക് ധൈര്യം തന്ന് അറിയിപ്പുണ്ടായിരുന്നു. അത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഇനി അറിയണം. എന്തായാലും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സഭയിൽ സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഒരു വിവാദത്തിലും പെടാത്ത മന്ത്രിയായിരുന്നു. കൃഷി വകുപ്പ് ശ്രദ്ധേയമായ ചില മാറ്റങ്ങൾ ആ കൃഷി വകുപ്പിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു. ഇരുന്ന സ്ഥാനങ്ങളോടെല്ലാം പൂർണ്ണമായി നീതി പുലർത്തി താൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ ഒരു കറുത്ത പുള്ളി പോലും വീഴാതെ സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മടങ്ങിപ്പോവുകയാണ് തങ്കച്ചൻ സാർ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ നിറഞ്ഞ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും. സാർ, അങ്ങും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സൂചിപ്പിച്ച പോലെ സാവ് BS കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത സംഭാവന നൽകിയ നേതാവായിരുന്നു സാർ. ചില കാലങ്ങളിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം ചരിത്രമാകുന്ന ജനതകളുണ്ട്. ചില വ്യക്തികൾ ജീവിച്ചിരിക്കുന്നു എന്നതാകാം ചിലപ്പോഴൊക്കെ ചില കാലങ്ങൾ അളയാടപ്പെടുത്തുന്നത്. ചില വ്യക്തികൾ തലമുറകളുടെ അനശ്വരമാക്കപ്പെടുന്നു. ദുരിത ജീവിതം മാത്രം അറിയാവുന്ന കർഷക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പണിയെടുക്കുന്നവർക്ക് നിശ്ചയദാർഢ്യത്തിൻ്റെ കരുത്തും പ്രതീക്ഷയുമായിരുന്നു VS. അതേ, സമരകേരളത്തിൻ്റെ രാഷ്ട്രീയ മുഖമായിരുന്നു അത്. സർ, ഭൂരിപക്ഷ തീരുമാനം ന്യായത്തിനെതിരാകുമ്പോൾ അതിന് വഴങ്ങാതിരിക്കുക എന്നത് ചെറിയ കാര്യമല്ല. അതിന് ഉൾക്കരുത്തും തൻ്റെ ഇടവും ഒന്ന് വേറെ തന്നെ വേണം. ശാലിനി, സഭാ സമ്മേളനത്തിലേക്ക് രാഹുൽ എത്തിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? രാഹുലിന്റെ ഇരിപ്പിടം അല്ലെങ്കിൽ രാഹുലിനെതിരായ പ്രതിഷേധം ഏത് രീതിയിലായിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ. ഇന്ന് മറ്റ് നടപടിക്രമങ്ങളില്ലല്ലോ. അനുശോചനം അറിയിച്ച് പ്രമുഖ വ്യക്തികൾക്ക്, അന്തരിച്ച മുൻ സാമാജികർക്ക്, നേതാക്കൾക്കൊക്കെ അനുശോചനം അർപ്പിച്ച് ഇന്നത്തെ യോഗം പിരിയുകയാണല്ലോ ശാലിനി. തീർച്ചയായും വിനോദ, അല്പസമയത്തിനകം ഈ ഒരു ചരമോപചാരം അർപ്പിച്ചതിന് ശേഷം സഭാ സമ്മേളനം ഇന്നത്തേക്ക് പിരിയും. നാളെ രാവിലെ 9 മണിക്കായിരിക്കും വീണ്ടും സഭ ചേരുക. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സഭാ സമ്മേളനത്തിന്റെ തീയതി നിശ്ചയിച്ചത് മുതൽ ഏറെ വിവാദങ്ങൾ, ചർച്ചകൾ, വിമർശനങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി നിൽക്കുമ്പോൾ ഏറെ ആകാംക്ഷ ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിൽ എത്തുമോ എന്നുള്ളതാണ്. കാരണം അത്രയധികം ലൈംഗികാരോപണ പരാതികൾ, അതിന്റെ ചില ഓഡിയോ ക്ലിപ്പുകൾ അടക്കം പുറത്തു വന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും പൊതുസമൂഹത്തെ ഫേസ് ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം സഭയിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു ചോദ്യം. എന്തായാലും ആ സസ്പെൻസുകൾക്കെല്ലാം ഒരു തീരുമാനമായിരിക്കുകയാണ്. 9:20 സഭാ സമ്മേളനം ആരംഭിച്ച അനുശോചന പ്രമേയം സ്പീക്കർ വായിച്ചതിനു ശേഷം മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, വായു സോമൻ അടക്കമുള്ളവർക്കും PT തങ്കച്ചൻ അടക്കമുള്ളവർക്കും അനുശോചനം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ആ വേദിയിലേക്ക്, ആ ഒരു നിയമസഭാ സമ്മേളനത്തിന്റെ അകത്തളത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടം എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ അടക്കമുള്ളവർ നിയമസഭയ്ക്ക് അകത്ത് ഇരിക്കുമ്പോൾ തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ എതിർപ്പ് തള്ളിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടം സഭയിലേക്ക് എത്തിയത്. രാഹുൽ ഇരിക്കുന്നത് പ്രത്യേക ബ്ലോക്കായാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുൻപ് പാർട്ടി വിട്ട് നിയമസഭയിലേക്ക് വീണ്ടും എത്തിയപ്പോൾ BB അൻവർ എങ്ങനെയാണോ ഒരു ബ്ലോക്കായിരുന്നത് അതേപോലെ തന്നെ പ്രത്യേക ബ്ലോക്കായി തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഇരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം എത്തിയത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനായ നേമം ഷെജീറിനൊപ്പമാണ്. അത് ഇരുവരും സഭയ്ക്ക് ഉള്ളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. സഭയ്ക്കുള്ളിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം പ്രത്യേക ബ്ലോക്കായി ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ലൈംഗികാരോപണ കേസിലടക്കം നിർണായകമായിട്ടുള്ള ചോദ്യം ചെയ്യലിനടക്കം രാഹുൽ മാങ്കൂട്ടം ഹാജരാകണമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക നിർദ്ദേശം കഴിഞ്ഞ ദിവസം വന്നിരുന്നു, നോട്ടീസ് നൽകിയിരുന്നു. ആ ചോദ്യം പോലും ഹാജരാക്കാത്ത രാഹുൽ മാങ്കൂട്ടമാണ് ഇന്ന് 12 ദിവസത്തേക്ക് ചേരുന്ന നിയമസഭാ സമ്മേളനത്തിന്റെ ഈ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ ആദ്യ ദിനമായി ഇന്ന് തന്നെ നിയമസഭയിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഔദ്യോഗികമായ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിനെ പ്രതിദാനം ചെയ്യുന്നു.
പ്രതിനിധീകരിച്ചുകൊണ്ട് MLA ആയി തന്നെ ഇപ്പോൾ പ്രത്യേക ബ്ലോക്കിൽ നിയമസഭയ്ക്കുള്ളിൽ എത്തിയിരിക്കുകയാണ്. ഈ അനുശോചന പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്തൊക്കെ വേദിയിൽ അദ്ദേഹം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഇതിന് ശേഷം ഇനി ഏത് തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇനി വരും എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാൻ രാഹുൽ മാങ്കൂട്ടം തയ്യാറാകുമോ, അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഏത് തരത്തിലായിരിക്കും ഇനി പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിക്കുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പാർലമെന്ററി പാർട്ടിയിൽ നടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെ ഒഴിവാക്കി സസ്പെൻഡ് ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് സ്പീക്കർ AN ഷംസീറിന് VD സതീശൻ കത്ത് നൽകിയത്. അങ്ങനെ അദ്ദേഹം എത്തുകയാണെങ്കിൽ പ്രത്യേക ബ്ലോക്കായി തന്നെ ഇരുത്തേണ്ടതുണ്ട് എന്നുള്ള കാരണങ്ങളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കത്ത് നൽകിയിരുന്നു. ആ കത്തും ഒപ്പം തന്നെ സഭയിലേക്ക് എത്തരുത് എന്നുള്ള നിർദ്ദേശങ്ങളും ഒക്കെ VD സതീശനെ തള്ളിക്കൊണ്ടാണ് VD സതീശൻ ഇരിക്കുന്ന അതേ നിയമസഭയുടെ അകത്തളത്തിലേക്ക് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടൻ എത്തിയിട്ടുള്ളത്. എന്തായാലും യുവജന പ്രസ്ഥാനങ്ങളടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. വരും ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം തലസ്ഥാനത്തേക്ക് എത്തിയാൽ പ്രതിഷേധം നടത്തുന്നതിനുള്ള തീരുമാനം DYFI അറിയിച്ചിരുന്നു, SFI അറിയിച്ചിരുന്നു. യുവജന സംഘടനകൾ, യുവമോർച്ച അടക്കമുള്ളവർ പ്രതിഷേധം ശക്തമാക്കുമെന്ന് നേരത്തെ അറിയിച്ചതാണ്. സമാനമായ പ്രതിഷേധങ്ങൾ ഇനി നിയമസഭയ്ക്ക് പുറത്തുണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അദ്ദേഹം എത്തുമ്പോൾ കാര്യമായ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടം തിരിച്ചിറങ്ങുമ്പോൾ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുമോ എന്നുള്ളത് കണ്ടറിയണം. അതേസമയം തന്നെ നിയമസഭയ്ക്ക് ഉള്ളിൽ ഭരണപ്രതിപക്ഷങ്ങൾ ഇതിനെ എങ്ങനെയായിരിക്കും ഇനി എടുക്കുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കാരണം വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് UDFന്റെ നിർദ്ദേശം ലംഘിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം നിയമസഭയ്ക്കുള്ളിൽ എത്തി സമ്മേളന കാലയളവിൽ ഇനി സഭയ്ക്കുള്ളിൽ പങ്കെടുക്കാൻ പോകുന്നത്. പ്രത്യേക ബ്ലോക്കായി ഇരുന്നുകൊണ്ട് തന്നെ അതേസമയം തന്നെ ഇത്തരത്തിൽ ആരോപണ വിധേയനായ ഒരു വ്യക്തി സഭയ്ക്കുള്ളിലേക്ക് എത്തുമ്പോൾ ഭരണപക്ഷ MLA-മാർ അതിനെ ഏത് തരത്തിൽ എടുക്കുമെന്നുള്ളതാണ് അറിയുന്നത്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ തന്നെ അതിനെ UDF എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഭരണനിരയിൽ 2 MLA-മാർക്കെതിരെ ഒരു മന്ത്രിസ്ഥാനത്തിരിക്കുന്ന AK ശശീന്ദ്രൻ, ഒപ്പം തന്നെ കൊല്ലം MLA കൂടിയായിട്ടുള്ള മുകേഷ് അടക്കമുള്ളവർക്കെതിരെ ലൈംഗികാരോപണ പരാതികൾ സമാനമായ രീതിയിൽ തന്നെ ഉയർന്നതാണ്. ഫോൺ സംഭാഷണങ്ങൾ അടക്കം പുറത്തു വന്നതാണ്. സമാന സാഹചര്യത്തിൽ അവർക്കെതിരെ ഏത് തരത്തിലുള്ള നടപടി സ്വീകരിച്ചു എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ പ്രതിഷേധത്തിനിടെ പ്രതിപക്ഷം ചോദിക്കാനുള്ള സാഹചര്യങ്ങളും സാധ്യതകൾ കൂടിയുണ്ട്. എന്തായാലും വാഗ്വാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും പ്രതിരോധങ്ങൾക്കും ഒക്കെ വേദിയാകുന്ന ഒരു നിയമസഭാ സമ്മേളന കാലയളവിന് ഔദ്യോഗികമായി തുടക്കമിട്ടിരിക്കുകയാണ്. എന്തായാലും ലൈംഗികാരോപണ കേസിൽ ആരോപണ വിധേയനായി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലേക്ക് എത്തുന്നു എന്നുള്ള ആകാംക്ഷ അത് അവസാനിച്ചിരിക്കുന്നു. നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ വൈകിയാണ് എങ്കിൽ പോലും പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങളെല്ലാം തള്ളിക്കൊണ്ട്, പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശം തള്ളിക്കളഞ്ഞുകൊണ്ട്, എതിർപ്പ് VD സതീശന്റെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടം പങ്കെടുക്കുകയാണ്. എന്തായാലും ഈ സംഭവത്തിൽ ഇനി ഏത് തരത്തിലുള്ള നടപടികളിലേക്ക് ഇനി പ്രതിപക്ഷം കടക്കും, ഭരണപക്ഷം ഏത് തരത്തിലുള്ള പ്രതികരണമായിരിക്കും നടത്തുക എന്നുള്ളത് അറിയണം. ഒരു ഭാഗത്ത് പ്രത്യക്ഷ പ്രതിഷേധത്തിന് യുവജന സംഘടനകളടക്കം നേതൃത്വം നൽകാൻ ഒരുങ്ങുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു. അവർ വരും ദിവസമായി പ്രതിഷേധം നടത്താനായി തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് തലസ്ഥാനത്ത് യുവജന സംഘടനകൾ നേരിടുക എന്നുള്ളത് കൂടി കണ്ടറിയണം. എന്തായാലും വിശദമായ അനുശോചന പ്രമേയം അല്ലെങ്കിൽ ചരമോപചാരം ഇപ്പോൾ നിയമസഭയ്ക്കുള്ളിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഈ നിയമസഭാ സമ്മേളനം ഈ ചരമോപചാരം അവതരിപ്പിച്ചതിന് ശേഷം ഇന്നത്തേക്ക് താൽക്കാലികമായി പിരിയുകയും ചെയ്യും. വിനോദം. അതെ, സഭാ സമ്മേളനം ഇന്നത്തേക്ക് പിരിയുകയാണ്. അന്തരിച്ച പ്രമുഖ വ്യക്തികൾക്കുള്ള അനുശോചനമാണ് സഭയിൽ ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ കക്ഷി നേതാക്കൾ അനുശോചനം അറിയിച്ച് സംസാരിക്കുകയാണ്. അപ്പോഴാണ് അല്പം വൈകി രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന് പ്രത്യേക ബ്ലോക്കായി ഇരിക്കാൻ അനുവദിക്കും. കാരണം കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള കത്ത് ഔദ്യോഗികമായി സ്പീക്കർക്ക് പ്രതിപക്ഷ നേതാവ് നൽകിയിരുന്നു. അതേ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന് സഭയിൽ PV അൻവറിനെ പോലെ പ്രത്യേക ഇരിപ്പിടം അനുവദിക്കുന്നത്. നമുക്ക് ഈ വാർത്തയിലേക്ക് മടങ്ങി വരാം ഇടവേളയ്ക്ക് ശേഷം.